ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പിസ്സ റെസിപ്പിയാണ് കേട്ടോ. 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാം. ഓവനൊന്നും ഉപയോഗിക്കാതെ മുന്നേ തന്നെ നമ്മൾ ഡോ ഒന്നും പ്രിപ്പയർ ചെയ്യാതെയാണ് ഈ ഒരു പിസ്സ തയ്യാറാക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ക്രസ്റ്റൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ ഡോ ഒന്നും തയ്യാറാക്കാതെ ചെയ്താലും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്പെഷ്യൽ പിസ്സ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈസി പിസ്സ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈവച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് പറക്കി വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു വശം ഏകദേശം ആയി വന്നപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഒരു സ്പാച്ചുല വെച്ച് ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് പൊട്ടി വരും. ഈ ഒരു പാകമാണ് കറക്റ്റ് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമ്മൾ ഈ പാനിൽ നിന്ന് ഈ ചിക്കൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണേ. അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിനോടൊപ്പം 1/2 കപ്പ് ഫ്രഷ് മിൽക്ക് കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയിൽ അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനോടൊപ്പം പിസ്സയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതിയാവും. അങ്ങനെ കറക്റ്റ് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബേസിൽ ലീവ്സ് ആണ്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു പിസ്സയുടെ ഡോ ഒന്നും തയ്യാറാക്കിയിട്ടല്ല കേട്ടോ നമ്മളിതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബ്രെഡിനെ 2 പീസായിട്ട് വീണ്ടും കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു പീസിന് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ പിസ്സയുടെ ബേസ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബേസ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇനി അപ്പോൾ നമുക്ക് പിസ്സ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴികെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓവനൊന്നും ഉപയോഗിച്ചല്ല തയ്യാറാക്കുന്നത്, ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാനിൻ്റെ ചുറ്റിലും ഇതുപോലെ ഒന്ന് നമുക്ക് ഈ എണ്ണയൊന്ന് തടവി കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിരുന്ന എഗ്ഗും മിൽക്കിൻ്റെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ബ്രെഡ് സ്ലൈസസ് ഓരോന്നായിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഈ പാനിലേക്ക് ഇങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ അരികുവശം ഇതുപോലൊരു സ്പാച്ചുല വെച്ച് ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു ബ്രെഡ് സ്ലൈസസ് പാലിലൊക്കെ ഡിപ്പ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബാക്കി ഇരിക്കുന്ന എഗ്ഗിൻ്റെ മിൽക്കിൻ്റെ മിക്സ് ഉണ്ടാവും, കുറച്ച് ബാക്കി വരുവേ. ആ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ചുറ്റിലും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് അത് ഫില്ലാക്കി കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം വളരെ സിമ്മിലേക്ക് ഫ്ലെയിം വെച്ചതിന് ശേഷം ഒരു 6-7 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊന്ന് ഇതിൻ്റെ മൂടിയൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ബേസ് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അരികുവശം ഒന്ന് ഈ സ്പാച്ചുല വെച്ച് ഒന്ന് വിടിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മൂടിയിലേക്ക് ഒന്ന് കമത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പാനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഈ ഒരു ബേസ് പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടുവേ. സ്പാച്ചുല വെച്ച് മറിച്ചിടുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് പതിയെ ഒന്ന് അവിടെ ആയിട്ടൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പിസ്സ സോസാണ് പുരട്ടി കൊടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ടൊമാറ്റോ സോസിൽ കുറച്ച് ഒറിഗാനോ ചേർത്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ബേസിൽ ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അതൊക്കെ
ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ടൊമാറ്റോ സോസിൽ ആക്കി ഇങ്ങനെ ആക്കി കൊടുത്താലും മതി. അതല്ല പിസ്സ സോസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തും നന്നായിട്ട് കറക്റ്റ് കിട്ടുന്ന പോലെ ഇത് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളുടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികമായിട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിൽ 2 കളറിലുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സവോളയും വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഉപയോഗിക്കാം. മഷ്റൂം, ഹാലപ്പിനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതിന് ശേഷം സവോള വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചിക്കനും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഒലിവ്സ് ഇരിക്കുന്ന കാരണം കൊണ്ട് ഒലിവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒറിഗാനോ വീണ്ടും ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് തന്നെ ഈ ഒരു ചീസെല്ലാം മെൽറ്റ് ചെയ്യുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യുക. ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഇവിടെ ഇപ്പം 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മളുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ക്രസ്റ്റൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡ് വെച്ച് ചെയ്തതാണെങ്കിലും നമ്മൾ ഡോ ഒന്നും ഉണ്ടാക്കാതെ ചെയ്തതാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിങ്ങനെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഈ ഒരു പിസ്സ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.